നമസ്തേ, വെൽക്കം ടു വേൾഡ് ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ പട്ടി കിടന്ന് ബഹളമാണ്. 3 ഓഫ് സോഴ്സിൻ്റെ കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി വളരെയധികം ഹേർട്ട് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു ടൈമിൽ എനിക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗിവൻ ടേക്ക് ചെയ്യാൻ പറ്റാത്തതിൽ ഒരു സങ്കടം ഈ ഒരു വ്യക്തിക്കും ഉണ്ടായിരുന്നു. വാട്ട് എവർ അതവർ കാണിക്കുന്നുണ്ടാവാം, കാണിക്കാതിരിക്കുന്നുണ്ടാവാം. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ എന്താ പറയുക, ഒരു ഈക്വൽ ഗിവൻ ടേക്ക് ഇല്ലാത്തതിനെ പറ്റിയിട്ട് അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ട് ഈ ഒരു വ്യക്തി സങ്കടപ്പെടാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് എന്തൊരു പ്രശ്നങ്ങൾ വന്നാലും നമ്മളെപ്പോഴും നമ്മുടെ ഭാഗം മാത്രമായിരിക്കും ഓർത്ത് ചിന്തിച്ച ഓരോ കാര്യങ്ങളും ലൈക്ക് അത് എൻ്റെ ഫേവറിലാണ് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ. എക്സാക്ട് സിറ്റുവേഷൻസ് അങ്ങനെ ആവില്ല, അത് എല്ലാ സിറ്റുവേഷൻസിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും ലൈക്ക് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല. നമ്മൾ തന്നെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കും, അതിന് ഉത്തരങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കും. റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവില്ല. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. വാട്ട് എവർ അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുള്ളത്. ഈ ഒരു വ്യക്തിയും ഇയാൾക്ക് നല്ല സങ്കടമുണ്ട്. വാട്ട് എവർ മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഏതൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു വ്യക്തിക്ക് ഈക്വൽ ഗിവൻ്റെയൊക്കെ ഈ റിലേഷനിൽ ഇല്ലാത്തതിൽ നല്ല രീതിക്ക് സങ്കടമുണ്ട്. അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈമിൽ പീരീഡ് ഓഫ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഒരു ഹാർഡ്ഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഇമോഷണൽ ലെവലിലും ആ ഒരു എനർജീസാണ്. ഒരു പക്ഷേ അത് നിങ്ങളുടെ ഈ ഒരു എന്തെങ്കിലും എന്താ പറയുക, ഈ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ് തന്നെ ആവണം എന്നില്ല. വേറെന്തെങ്കിലും എന്താ പറയുക, ഒരു പക്ഷേ ഇപ്പം നിങ്ങളുടെ ഇടയിലുള്ള ഒരു സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷനെ കുറിച്ചിട്ടാവാം, നിങ്ങളുടെ ഒരു റിലേഷൻ ഇനി മുന്നോട്ടേക്ക് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു പേടിയിലാവാം, എന്തും ആകാം. ലൈക്ക് അങ്ങനത്തെ ഒരു എനർജീസ്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുമ്പോൾ ഇവർ വിക്ടിം റോളിൽ പ്ലേ ചെയ്യുന്ന ലൈക്ക് ഞാൻ എന്താ പറയുക ഇമോഷണലി ചീറ്റഡ് ആണ് എന്നുള്ളൊരു എനർജിയിലായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. അത് ഒരു പക്ഷേ അതൊരു വിക്ടിം റോള് പ്ലേ ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങളുടെ വ്യക്തിയോളം. ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തി ഈ ഒരു ഇമോഷണലി ഹാർട്ടാണ്. ഞാൻ ഈ ഒരു ടൈമിൽ ഈക്വൽ ഗിവൻ്റേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഇത്രയും ഒരു റിലേഷനിൽ ഒരു ഈക്വൽ ഗിവൻ്റേക്ക് ഇല്ലാത്തതിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് ഈ ഒരു വ്യക്തിയും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ നിങ്ങൾ ചോദ്യം ഉണ്ടാക്കി ഉത്തരം പറയുന്നില്ലേ, അതുപോലെ ഈ ഒരു വ്യക്തിയും സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കി ഉത്തരങ്ങൾ പറയുന്നുണ്ട്. Give me 2 cards. Divine. കിങ് ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ ഈ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണാം. കാരണം ബോട്ടം ഓഫ് ദി ഡെക്കിൽ നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ലൈക്ക് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് എത്രമാത്രം ഞാൻ ഈ റിലേഷനിൽ എഫോർട്ട് എടുത്തു, പക്ഷെ ഞാൻ എത്ര എഫോർട്ട് എടുത്തെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഈ റിലേഷനിൽ ഈ ഒരു വ്യക്തിക്ക് ഹോൾഡ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ നല്ലൊരു സെപ്പറേഷൻ ഫേസ് വന്ന് നിങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഡ്രാമാറ്റിക് എൻഡിങ്സിൽ ഈ റിലേഷൻ പോയിട്ടുള്ളത്. അപ്പം ഇനി ഈ ഒരു റിലേഷൻ നിങ്ങളോട് സ്നേഹമുണ്ട്, അപ്പം ഈ ഒരു റിലേഷൻ മുന്നോട്ടേക്ക് ഇനി എങ്ങനെ പോകും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഓർക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് നല്ല സങ്കടമുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകും. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു മാരിറ്റൽ റിലേഷൻ ആയിരിക്കാം, നിങ്ങളൊരു വിഡോ ആയിരിക്കാം, ഈ ഒരു വ്യക്തി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി സിംഗിൾ പാരൻ്റ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം, വാട്ട് എവർ, അല്ലെങ്കിൽ മാരിറ്റൽ റിലേഷൻ ആയിരിക്കാം. രണ്ടുപേർക്കും ഫാമിലീസ് ഉണ്ടാവാം. സിംഗിൾസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സിംഗിൾസ് ആണെങ്കിലും നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസസിൻ്റെ ബേസിലാണ് നിങ്ങൾ തമ്മിൽ ഈ റിലേഷൻ മുന്നോട്ട് ഭാവിയില്ല എന്നുള്ളൊരു തോട്ട്സ് ആൾക്ക് ഒരു പക്ഷേ പേരൻസ് സമ്മതിക്കുന്നുണ്ടാവില്ല. റിലീജിയൻ, കാസ്റ്റ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം, ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. അതൊക്കെ കൊണ്ടായിരിക്കാം. അതും ഒരു റീസൺ ആണ്. ഓക്കെ, അതും ഒരു റീസൺ ആയിരിക്കാം ഒരു പക്ഷെ. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് തോന്നുന്നുണ്ട്. നിങ്ങളോട് വല്ലാത്തൊരു എന്താ പറയുക, ഒരു 10 ഓഫ് കപ്സ് നിങ്ങളിലൂടെ ഒരു കംപ്ലീഷൻ. ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഹേർട്ട് ആണെങ്കിൽ അതിനെ ഹീൽ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, ആ ഒരു എനർജി, ആ ഒരു റിയലൈസേഷൻ ഈ ഒരു ഹെർമിറ്റ് ഫേസിലാണ്. നിങ്ങളുടെ ഒരു വർത്ത് അല്ലെങ്കിൽ ഒരു വാല്യൂ മനസ്സിലാക്കുന്ന ഒരു ഫേസിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത് ഈ ഒരു ടൈമിൽ. ഓക്കെ,
നമ്മൾ പറയത്തില്ല ഈ ഒരു വ്യക്തി ശരിക്കും കുറച്ച് നാൾ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു റിയലൈസേഷനിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി എത്രമാത്രം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളുള്ള ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഒരു വാല്യൂ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളില്ലാത്ത ടൈമിൽ ഇപ്പം ആൾ ഭയങ്കരമായിട്ടും ഡൗൺ ആണ്, ലൈക്ക് അവളല്ലെങ്കിൽ അവൻ പോയല്ലോ, അവരായിരുന്നു എനിക്കല്ല എന്നുള്ളൊരു തോട്ട്സിലേക്ക് ഈ ഒരു വ്യക്തി വരുന്നുണ്ട്. ഡൗൺ ആയിട്ടുള്ളൊരു എനർജിയാണ്, കണ്ടില്ലേ, ടോട്ടലി ഡൗൺ ആയിട്ടുള്ളൊരു എനർജി, സോളോഡ് എനർജീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മൊറാലിറ്റിയുടെ കാർഡ് ബോട്ടംസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തതിലാണ് ഏറ്റവും വലിയ സങ്കടം. ഈ റിലേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ടിൻ ഫ്ലെയിം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സോൾമേറ്റ് ആയിരിക്കാം, നിങ്ങളൊരു സ്പിരിച്വൽ കണക്ഷനിലായിരിക്കാം. അപ്പം ഈ റിലേഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തതിൽ നല്ല സങ്കടം ആ ഒരു വ്യക്തിക്കുണ്ട്. നല്ല സങ്കടമുണ്ട്. പക്ഷേ കിങ് ഓഫ് കപ്സ് വന്നിരിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു വ്യക്തി കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്, എപ്പോഴും അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. ഇമോഷണൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഡീപ്പർ ലെവൽ ഓഫ് ഇമോഷണൽ മെച്യൂരിറ്റി ഒരു വ്യക്തിക്കുണ്ട്. ഇമ്മെച്യൂരിറ്റി അല്ല, മെച്യൂരിറ്റി ആണ് കേട്ടോ. അങ്ങനൊരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ അറിയാം, പക്ഷെ നിങ്ങൾക്കത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഇമോഷൻസിനെ കൊണ്ട് കാണിക്കുമ്പോൾ ഈ ഒരു വ്യക്തി പറഞ്ഞാൽ എനിക്കൊരൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഈ മെച്യൂരിറ്റിയുടെ കാർഡ് ഡയറക്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് തന്നെ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവർക്കുള്ള ഇമോഷൻസിനെയും ഫീലിങ്സിനെയും സപ്രസ് ചെയ്ത് വെക്കണം. കാരണം സപ്രഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, പ്ലസ് ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ലൈക്ക് എത്രയൊക്കെ പെയിനും കാര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹേർട്ടാണെങ്കിൽ പോലും പുള്ളി ജസ്റ്റ് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ പോകും. എല്ലാം ശരിയാവും. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പോകുന്നതാണ് നല്ലത് എന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തി തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ്. അപ്പോൾ നമ്മളെപ്പോഴും സെൽഫ് ലവ് എന്ന് പറയുന്നത് തന്നെ ഹീലാവുന്ന ഒരു അവസ്ഥയാണല്ലോ. അങ്ങനെ ഒരു സെൽഫ് ലവിൻ്റെ എനർജിയിലാണ് ഈ ഒരു വ്യക്തി. ശരിക്കും ഈ ഒരു കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ വാല്യൂ ഉള്ള ഒരു കാര്യമായിരുന്നു എന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എനർജീസാണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിംഗിൽ ഏറ്റവും നിങ്ങളുടെ ഒരു വാല്യൂ അല്ല, നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. അതൊരു വലിയ കാര്യമാണ്, ബിഗ് കാര്യമാണ്. ബിക്കോസ് ഒരു റിലേഷൻഷിപ്പിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്, റിയലൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഏതൊരു വ്യക്തിയുടെയും വാല്യൂ, ഇപ്പോൾ നമ്മളുടെ റിലേഷനിൽ നിൽക്കുന്ന വാട്ടെവർ, നിങ്ങളുടെ കാർമിക് ആവും, നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആവും, സോൾമേറ്റ് ആവും, വാട്ടെവർ, നോർമൽ പാർട്ട്ണർ ആവാം, ആരാണെങ്കിലും നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ വാല്യൂ ഇവർ ഇത്രമാത്രം എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ് അത്രയും വാല്യൂവും പ്രയോറിറ്റി കൊടുത്ത് ആ ഒരു വ്യക്തി നിർത്തുമ്പോൾ ഉള്ളൊരു എനർജി ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു റിഗ്രഷൻ ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ. ഒരു പക്ഷേ നിങ്ങളുടെ എനർജി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ്. അപ്പോൾ നിങ്ങളുടെ എനർജീസ് അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് ആയിരിക്കും. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. യെസ്, നമുക്കൊരു 2 കാർഡ്സ് ഗൈഡൻസ് ആയിട്ട് നോക്കാം. ഗൈഡൻസ് പ്ലീസ്. Step out of the comfort zone. It's time to release negativities. Nothing will come out of the situations. See, ഒരു പക്ഷേ നിങ്ങളും ഇത്രയും ഡൗൺ ആയിട്ടുള്ള ഒരു എനർജീസാണ്, നിങ്ങൾ നെഗറ്റീവ് എനർജിയിലാണ് ഈ ഒരു ടൈമിൽ. ഒരു പക്ഷേ നിങ്ങൾ മിറർ ചെയ്യുന്നുണ്ടാവും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ സ്പിരിച്വൽ കണക്ഷൻ ആണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു മിററിങ് എനർജിയിലായിരിക്കും നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റീസ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ നെഗറ്റിവിറ്റീസിനെ റിലീസ് ചെയ്യുക, നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരിക. ദെൻ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിലൊരു ഷിഫ്റ്റ് കാണാൻ പറ്റും എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നുള്ളത്. അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് വന്നിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.